AI ക്യാമറ വിവാദത്തിൽ പ്രതിഷേധങ്ങൾക്ക് തുടക്കമിടാൻ UDF. സർക്കാരിനെതിരെ സമര പരിപാടികൾ ആസൂത്രണം ചെയ്യാൻ ഇന്ന് UDF യോഗം ചേരും. അഴിമതിയിൽ സംസ്ഥാന വ്യാപകമായി സമരം പ്രഖ്യാപിച്ചേക്കും. നികുതി വർധനവിലെ തുടർ സമരങ്ങളും തീരുമാനിക്കും. അതേസമയം വിവാദങ്ങൾക്കിടെ CPI സംസ്ഥാന നിർവാഹ സമിതി യോഗം ഇന്ന് ചേരും. വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുകയാണ്. ബിനോയ്, ഏത് തരത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങളാണ് UDFന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകാൻ സാധ്യത? മാത്രമല്ല, ഇന്ന് CPMന്റെ യോഗം നിർണായകമാകുമോ? ദേവിക, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ചൂടുപിടിക്കുന്നതിനിടയിലാണ് ഇന്ന് കണ്ടോൺമെന്റ് ഹൗസിൽ, അതായത് പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയിൽ UDF യോഗം ചേരുന്നത്. പ്രധാനപ്പെട്ട UDF നേതാക്കൾ, അതായത് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഏറെ നാളിന് ശേഷം വീണ്ടും UDF യോഗങ്ങളിൽ പങ്കെടുക്കുന്ന ഒരു പ്രത്യേകതകളുണ്ട്. അങ്ങനെ അത്തരത്തിൽ എല്ലാ നേതാക്കളും പങ്കെടുക്കുന്ന ഒരു വലിയ യോഗം തന്നെയാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും AI ക്യാമറയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും ആ വിവാദങ്ങൾക്ക് തൊട്ടു പിന്നാലെ എടുത്ത നടപടികളുമൊക്കെയാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. കാരണം AI ക്യാമറയുടെ ഉദ്ഘാടനം കഴിഞ്ഞ വേളയിൽ തന്നെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരുന്നു. ചില രേഖകൾ പുറത്തുവിട്ടു. അതിന് പിറകെ പ്രതിപക്ഷ നേതാവും ശക്തമായ വാദഗതികൾ ഉന്നയിച്ചു. കാരണം കെൽട്രോൺ തന്നെയാണ് ഇത് ഈ AI ക്യാമറയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ ഏറ്റവും കൂടുതൽ കരിനിഴലിൽ നിൽക്കുന്നത് എന്ന തരത്തിലേക്ക് ആരോപണങ്ങൾ ഉയരുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിക്ക് AI ക്യാമറയുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും പുറത്തുവിടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കത്ത് നൽകിയത്. ഈ കത്തിന് തൊട്ടു പിന്നാലെ വിജിലൻസ് വൃത്തങ്ങൾ പുറത്തെത്തി. കാരണം ഈ ക്യാമറയുടെ വിവാദവുമായി ബന്ധപ്പെട്ട് ഫെബ്രുവരിയിൽ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം അന്വേഷണം ആരംഭിച്ചുവെന്നും വിജിലൻസിന്റെ സ്പെഷ്യൽ ടീമിന്റെ രണ്ടാം വിഭാഗമാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുന്നതുമൊക്കെ ആയിരുന്നു ഇന്നലെ വിവരങ്ങൾ പുറത്തുവിട്ടത്. ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിലാണ് ഇന്ന് UDF യോഗം ചേരുന്നത്. സംസ്ഥാന വ്യാപകമായി ഈ AI ക്യാമറയുമായി ബന്ധപ്പെട്ട വലിയ സമരപരിപാടികൾ തുടങ്ങാൻ തന്നെയാണ് UDFന്റെ തീരുമാനം. കാരണം UDFന് കിട്ടിയ ഈ സമീപ സമയങ്ങളിൽ UDFന് കിട്ടിയ ഏറ്റവും വലിയൊരു അഴിമതി ആരോപണം എന്ന നിലയ്ക്ക് വലിയ തരത്തിലുള്ള സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. സംസ്ഥാനത്തെ എല്ലാ ഭാഗങ്ങളിലും ഏത് തരത്തിലുള്ള സമരം നടത്തണം എന്നുള്ളതിന്റെ തീരുമാനം അല്പസമയത്തിനുള്ളിൽ തന്നെ ഉണ്ടാകും. അത് മാത്രവുമല്ല, ഭരണപക്ഷത്തിന് വ്യവസായ വകുപ്പിനുമെതിരെ കെൽട്രോണിന്റെ ഈ ഇടപാടുകളെക്കുറിച്ച് വലിയൊരു അന്വേഷണം ആവശ്യപ്പെടാനും സാധ്യതയുണ്ട്. സാധാരണഗതിയിൽ അന്വേഷണം ആവശ്യപ്പെട്ട് നിരവധി സമരങ്ങൾ നടത്തിയാൽ മാത്രമായിരിക്കും സർക്കാർ അന്വേഷണം മുതിരുക. എന്നാൽ ഇത്തവണ വാദങ്ങൾ അല്ലെങ്കിൽ വാദപ്രതിവാദങ്ങൾ തുടങ്ങിയ ആരോപണങ്ങൾ തുടങ്ങിയ വേളയിൽ തന്നെ അന്വേഷണം ആരംഭിച്ചു എന്ന് പറഞ്ഞ് മുഖം രക്ഷിക്കാൻ സർക്കാർ ഇറങ്ങിത്തിരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ എന്ത് തരത്തിലുള്ള സമരമാണ് UDF നടത്തേണ്ടത്, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള സമരവുമായി മുന്നോട്ട് പോകണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു വലിയ ഒരു തീരുമാനം ഇന്നുണ്ടാകും. ഈ യോഗത്തിനു ശേഷം UDF കൺവീനറും പ്രതിപക്ഷ നേതാവും മാധ്യമങ്ങളെ കാണുകയും ചെയ്യും. ദേവിക. ബിനോയ്, ഇന്ന് CPI സംസ്ഥാന നിർവാഹ സമിതി യോഗം ചേരുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ വന്നത് ശരിക്കും CPMന് ചെറിയൊരു മങ്ങലേൽപ്പിച്ചു എന്നൊരു ചെറിയൊരു ആരോപണവും രംഗത്ത് ഉണ്ട്. ആ ഒരു അവസ്ഥയിലാണ് ഇത്തരത്തിലൊരു യോഗം ചേരുന്നതെന്നും പറയപ്പെടുന്നു. ഇന്ന് എന്തൊക്കെ നിർണായക തീരുമാനങ്ങളാണ് ഈ യോഗത്തിലെടുക്കുക? CPIയുടെ സംഘടനാ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകളായിട്ടാണ് പ്രധാനമായും ഇന്ന് സംസ്ഥാന നിർവാഹക സമിതി ഇന്ന് തിരുവനന്തപുരത്ത് ചേരുന്നത്. അതിൽ പ്രധാനമായും സംഘടനാ വിഷയങ്ങൾ കൂടാതെ ഈ സമീപകാലത്ത് രാഷ്ട്രീയത്തിലുണ്ടായ പ്രശ്നങ്ങൾ വരെ ചർച്ച ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി പ്രധാനമന്ത്രി തിരുവനന്തപുരത്തും കൊച്ചിയിലും നടത്തിയ റോഡ് ഷോയും അതിനുശേഷമുണ്ടായ പ്രശ്നങ്ങളും ഒക്കെ തന്നെ ചർച്ച ചെയ്യാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും പ്രധാനമന്ത്രിയുടെ വരവും റോഡ് ഷോയും തന്നെ ഒരു ജനങ്ങളിൽ ചെറിയ ഒരു മാറ്റം അല്ലെങ്കിൽ ഒരു ചിന്തയ്ക്ക് വഴിയൊരുക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് CPIയും വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ എങ്ങനെ പ്രതിരോധിക്കണം, ഏത് തരത്തിൽ LDF മുന്നോട്ട് പോകണം, അത്തരം കാര്യങ്ങളിൽ CPIയുടെ അഭിപ്രായം പറയുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇന്നുണ്ടാവും. അതുപോലെ തന്നെ സംഘടനാപരമായ ചർച്ചകളും ഇന്ന് നടക്കാൻ സാധ്യതയുണ്ട്. ദേവിക. ബിനോയ്, അതോടൊപ്പം തന്നെ AI ക്യാമറയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം മുന്നോട്ട് വെച്ച ചില ആരോപണങ്ങൾ അത് ശരിവെക്കുന്ന രീതിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ചില റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. അതായത് ഈ കമ്പനികളിലെല്ലാം ചില ക്രമക്കേടുകൾ ഉണ്ടായി എന്ന് കാണിച്ചുകൊണ്ടുള്ള ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. അപ്പോൾ ഇതെല്ലാം സംബന്ധിച്ച് ഗതാഗത മന്ത്രി ആന്റണി രാജു മുൻപേ പറഞ്ഞിരുന്നു, ഈ കരാർ നൽകിയപ്പോൾ താൻ മന്ത്രിയായിരുന്നില്ല എന്ന് പറഞ്ഞിരുന്നു. അതേസമയം MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞിരിക്കുന്നത് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ അത് ഞങ്ങൾ പരിഹരിച്ചു കൊള്ളാമെന്ന്
എന്നും പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ ആരോപണങ്ങളെല്ലാം സർക്കാരും ശരിവെക്കുന്ന ഒരു രീതിയിലോട്ട് തന്നെയാണ് ഇതുവരെയുള്ള പ്രതികരണങ്ങൾ പോയിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഈ യോഗത്തിൽ സംസാരിക്കാൻ ഇടയുണ്ടോ? തീർച്ചയായും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറ സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട് ഇതുവരെയായും CPI ആരോപണത്തെക്കുറിച്ച് CPI ഒന്നും തന്നെ തുറന്നു പറഞ്ഞിട്ടില്ല, മന്ത്രിമാർ തുറന്നു പറഞ്ഞിട്ടില്ല, നേതൃത്വം തുറന്നു പറഞ്ഞിട്ടില്ല. അത്തരത്തിൽ CPI ഇതുമായി ബന്ധപ്പെട്ട CPIയുടെ സംസ്ഥാന നിർവാഹക സമിതിയിൽ വലിയൊരു ചർച്ചയ്ക്കുള്ള സാധ്യതകളുണ്ടാവും. കാരണം ഇതുവരെയായി യാതൊരു അഭിപ്രായം പറയാത്ത സാഹചര്യത്തിൽ CPIയുടെ നിലപാട് ഒരു പക്ഷേ അവിടെ വെച്ചുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യം കൂടി പറയാം. ഈ AI ക്യാമറ സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട് 232 കോടി രൂപയുടെ അഴിമതി ആരോപണമാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത്, പ്രധാനമായും കോൺഗ്രസും UDFും. ഇതിൽ കെൽട്രോൺ നൽകിയ ഉപകരാറുകൾ, അതായത് 2 കമ്പനികൾക്കാണ് ഉപകരാറുകൾ കൊടുത്തിരിക്കുന്നത്. ആദ്യം കരാർ കൊടുത്ത ബാംഗ്ലൂർ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന SRIT എന്ന് പറയുന്ന കമ്പനിക്ക് ഇതുവരെയായും A1 ക്യാമറകൾ സ്ഥാപിച്ചോ പരിപാലിച്ചോ യാതൊരുവിധ പരിചയം ഉള്ളവരല്ല. തൊട്ടു പിന്നാലെ കൊടുത്തിരിക്കുന്ന ക്യാമറ വിവാദത്തിൽ പ്രതിഷേധങ്ങൾക്ക് തുടക്കമിടാൻ UDF സർക്കാരിനെതിരെ സമര പരിപാടികൾ ആസൂത്രണം ചെയ്യാൻ ഇന്ന് UDF യോഗം ചേരും. വിവരങ്ങൾ നൽകുകയായിരുന്നു D. ബിനോയ്.